ഇന്ന് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. അതിലേക്ക് എക്സലിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം നന്നായി പറഞ്ഞിരുന്നു. പിന്നെ ടെസ്റ്റ് കൂടെ വായിക്കുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയി കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ആരും വിളിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണം എന്താ? അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ അവസ്ഥയാണ്, സാമൂഹ്യ അസമത്വമാണ്, സാമൂഹ്യ സാമ്പത്തിക അസമത്വമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണം. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി തീർന്നത്. എന്താണ് അത് നമുക്ക് നോക്കാം. അവിടെ നേരത്തെ ഭരിച്ചിരിക്കുന്നത് ബൂർബൺ രാജവംശത്തിൽപ്പെട്ട ലൂയി ചക്രവർത്തിമാരാണ്. അത് ലൂയി 14 എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ലൂയി 14. അദ്ദേഹത്തിനെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എതിർപ്പുണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം. അപ്പോൾ ഒരു ധിക്കാരമല്ലേ? അദ്ദേഹം പറയുന്നതെല്ലാം ബാക്കിയുള്ളവർ അനുസരിക്കണം എന്നതിന്റെ ധ്വനിയാണ് അതിനകത്തുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, രാജ്യം ഭരിക്കാനുള്ള അധികാരം, രാജാധികാരം ദൈവദത്തമാണ്, ദൈവം തന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ, ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അധികാരവും ആർക്ക് മാത്രമാണ്? ദൈവത്തിനാണ്. കാരണം ഭരിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തതാണ്. തന്നെ ദൈവം കൊടുത്തതാണോ? പക്ഷെ അദ്ദേഹം പറയുന്നു ദൈവം കൊടുത്തതാണ് ഭരിക്കാനുള്ള അധികാരം. അങ്ങനെ കൊടുത്ത അധികാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം ദൈവത്തിനാണ്. പാവം ജനങ്ങൾ ഇത് കേട്ട് മിണ്ടാതിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തയാൾ ലൂയി 15 വന്നു. അദ്ദേഹം വന്ന് എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ അമിതമായ നികുതികളൊക്കെ അടിച്ചേൽപ്പിച്ചു. കാരണം ലൂയി 14 ആർഭാടവും ധൂർത്തുമൊക്കെ കഴിഞ്ഞ് ഖജനാവിലൊന്നുമില്ല. ലൂയി 15 വന്നപ്പോഴും ഖജനാവൊക്കെ ഒന്ന് തപ്പി നോക്കിയും ഖജനാവിലൊന്നുമില്ല. അദ്ദേഹവും ജനങ്ങളുടെ മേൽ കുറെ നികുതികളൊക്കെ അടിച്ചേൽപ്പിച്ചു. കുറെ കാലം ഭരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയമായിരിക്കും. ആഫ്റ്റർ മീ ദി ഡെല്യൂഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ ജനങ്ങൾ വിശന്ന് പട്ടിണി കൊണ്ട് പൊരിയാണ്. ലൂയി 16 കാലഘട്ടമായപ്പോഴേക്കും ജനങ്ങളുടെ ജീവിതം വളരെ വൈഷമ്യത്തിലെത്തിച്ചേർന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ജനങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണ്. കടകൾക്ക് മുമ്പിൽ തിക്കും തിരക്കും ഉണ്ടാക്കുകയാണ്. കാരണം സാധനമില്ല, ഒരു കഷ്ണം റൊട്ടി മേടിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആ അവസ്ഥയിലാണ്. അപ്പൊ റൊട്ടി മേടിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവർ കിടന്ന് ബഹളം കൂട്ടി കരയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ചക്രവർത്തിനി മേരി അന്റോയിനെറ്റോ പറഞ്ഞ എന്താണ്? മേരി അന്റോയിനെറ്റോ എന്താ പറഞ്ഞത്? ബ്രെഡ് മേടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കേക്ക് മേടിച്ച് കഴിക്കണം. അതൊക്കെ ഒന്ന് പരിഹസിക്കില്ലേ? ആ പാവം ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്? ഇഫ് ദേ കോൺട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്നാണ് അവര് പറഞ്ഞത്. ആ ചക്രവർത്തി പറഞ്ഞതാണ്, നിങ്ങൾക്ക് ബ്രെഡ് തിന്നാൻ പറ്റുന്നില്ല എങ്കിൽ, ബ്രെഡ് മേടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ കേക്ക് മേടിച്ച് കഴിക്കണം. കളിയാക്കുന്നു, പാവങ്ങളെ കളിയാക്കുന്നു. ഇതായിരുന്നു അവിടുത്തെ സാമൂഹിക അവസ്ഥ, അല്ലേ? അപ്പൊ അവിടെ ഇങ്ങനെ ഉള്ള ഈ സമയത്ത് അവിടുത്തെ ജനങ്ങളിൽ 10ൽ 9 പേരും പട്ടിണി മൂലം മരിക്കുന്ന ഒരു സന്ദർഭമാണ്. 10ൽ 9 പേരും ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു. ഒരാളാണെങ്കിലോ ദഹനക്കേട് മൂലമാണ് മരിക്കുന്നത്. എപ്പോഴും തിന്ന് അവസാനം അത് തിന്നുന്നത് ദഹിക്കണ്ടേ, ദഹിക്കാതെ ദഹനക്കേട് കൊണ്ട് മരിച്ചു. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരാള് ഫ്രാൻസിലെ 9/10 ഓഫ് ദി പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്ങർ. പട്ടിണി കൊണ്ട് 10ൽ 9 പേര് മരിച്ചു. ആൻഡ് 1/10 ഓഫ് ഇൻഡൈജഷൻ. 10ൽ ഒരാള് ദഹനക്കേട് മൂലമാണ് മരിച്ചത്. ഇതതിന്റെ അവിടുത്തെ ചൊല്ലാണ്. ഇങ്ങനെയാണ് അവിടെ മരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം, ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണം
അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളാണ്. സാമൂഹ്യ സാമ്പത്തിക അസമത്വത്തിന്റെ കാരണം എന്താണ്? ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത്, ഫ്രാൻസിലെ സമൂഹം എന്ന് പറയുന്നത് 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 strata. They were known as estates. ഫ്രഞ്ച് സമൂഹത്തെ 3 അടുക്കുകളായി 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. അവരെ അറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു. 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് സമൂഹത്തെ. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ക്ലർജി, പുരോഹിതന്മാരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റിലോ പ്രഭുക്കന്മാരാണ്, നോബിലിറ്റി. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർ എല്ലാം കൂടുന്നതാണ്, മധ്യവർഗം എന്നാണ് അവരെ അറിയപ്പെടുന്നത്. മിഡിൽ ക്ലാസ് അവരാണ് 3ാം വിഭാഗത്തിലുള്ളത്. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, 3ാം എസ്റ്റേറ്റ് മധ്യവർഗം, മറ്റുള്ളവർ. ഇതായിരുന്നു അവിടുത്തെ സാമൂഹിക വിഭജനം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാര്, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാര്, 3ാം എസ്റ്റേറ്റിൽ സാധാരണക്കാരായ മറ്റുള്ളവർ. ഇതായിരുന്നു അവസ്ഥ. ഇനി നോക്കുക, പുരോഹിതന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? വളരെയധികം ഭൂമി കൈവശം വച്ചിരുന്നവരാണ്. തിഥേ എന്ന പേരിൽ കർഷകരിൽ നിന്ന് നികുതി ഈടാക്കിയവരാണ്. വിവിധ ഇനം നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നവരാണ്. സർക്കാരിലും സൈന്യത്തിലും ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്നവരാണ്. താഴ്ന്ന പദവിയല്ല, സർക്കാരിലും സൈന്യത്തിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഈ ക്ലർജി എന്ന് പറയുന്ന പുരോഹിത വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പം എങ്ങനെയാണ് അവരുടെ അവസ്ഥ? എന്താണ് ക്ലർജിയിലെ പുരോഹിതന്മാരുടെ അവസ്ഥ? എന്താണ്? അവര് വളരെയധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. പിന്നെന്താ പ്രത്യേകത? കളക്ടഡ് ടാക്സ് കാൾഡ് തിഥേ ഫ്രം ഫാർമേഴ്സ്. കർഷകരിൽ നിന്ന് വിവിധ ഇനം നികുതികൾ പിരിക്കുന്നു. എന്ത് പേരിൽ? തിഥേ എന്ന പേരിൽ നികുതി പിരിക്കുന്നു. പിന്നീടോ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവിടെ സർക്കാരിലേക്ക് അടക്കേണ്ട എല്ലാ നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുകയാണ്. ആര്? പുരോഹിതന്മാര്. അവർ ഒഴിവാക്കപ്പെടുകയാണ്. എന്നിട്ടോ അവർക്ക് പിന്നെന്ത് ചെയ്തിരിക്കുന്നു? കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി സർവീസ്. സർക്കാരിലും സൈന്യത്തിലും ഉയർന്ന സ്ഥാനങ്ങളിലാണ്. ഇതും അവരുടെ അവസ്ഥയാണ്. അപ്പോഴേ ക്ലർജി പുരോഹിതന്മാർ എന്ത് ചെയ്തിരിക്കുന്നു? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, വളരെയധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു. കളക്ടഡ് ദി ടാക്സ് കാൾഡ് തിഥേ ഫ്രം ഫാർമേഴ്സ്. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിൽ നികുതി പിരിക്കുന്നു. എക്സംപ്റ്റഡ് ഫ്രം ആൾ ടാക്സസ്, എല്ലാവിധ നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുന്നു. കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി സർവീസ്. ഭരണത്തിലും സൈന്യത്തിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. ഇനി നോക്കുക നോബിലിറ്റി. അവരെന്താണ്? നോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2ാം തട്ടിലുള്ളതാണ്, 2ാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ്. അവരെന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നു. അവരും വിവിധ ഇനം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അവരും എന്ത് ചെയ്തിരിക്കുന്നു? സർക്കാരും സൈന്യത്തിലും സേവനമനുഷ്ഠിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്കല്ല, ഉന്നത സ്ഥാനങ്ങളല്ല. പക്ഷെ അവർക്കവിടെ സർക്കാരിലും സൈന്യത്തിലും ഒക്കെ പ്രത്യേകിച്ചും സൈനിക സേവനമാണ് അവർ കൂടുതൽ ചെയ്യുന്നത്. പിന്നീടോ കർഷകരിൽ നിന്ന് വിവിധ തരം നികുതികൾ പിരിക്കുന്നു. പിന്നെ കർഷകരെ കൊണ്ട് ജോലി ചെയ്തിട്ട് പ്രതിഫലം കൊടുക്കാതിരിക്കുന്നു. എല്ലാവിധ നികുതികളിൽ നിന്നും അവരും ഒഴിവാക്കപ്പെടുന്നു. അപ്പം അവരെ ക്ലർജിയെ പോലെ തന്നെ നോക്കുക, വളരെയധികം ഭൂമി കൈവശം വച്ചിരിക്കുന്നു, വൻതോതിൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നു, വിവിധ ഇനം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? അപ്പം ഹെൽഡ് വാസ്റ്റ് ലാൻഡ് എക്സംപ്റ്റഡ് ഫ്രം ആൾ ടാക്സസ്. പിന്നീടോ ലീഡ് ലക്ഷോറിയസ് ലൈഫ്, ആഡംബര ജീവിതം നയിക്കുന്നു. പിന്നീടോ എന്താ ചെയ്യുന്നത്? എൻഗേജ്ഡ് മിലിറ്ററി സർവീസസ്, സൈനിക സേവനം നടത്തുന്നു. പിന്നെ ചെയ്തിരിക്കുന്നു
കളക്ടഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാർമേഴ്സ്, അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരും ചെയ്യുന്നു. വളരെ ഭൂമി കൈവശം അവരും വെച്ചിട്ടുണ്ട്. വിവിധ നീതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സൈനിക സേവനം നടത്തുന്നു. കർഷകരിൽ നിന്ന് വിവിധ ഇനം നികുതികൾ പിരിക്കുന്നു. പിന്നീട് കർഷകരെ കൊണ്ട് വേതനമില്ലാതെ പണിയെടുപ്പിക്കുന്നു. ഇതാണ് പ്രഭുക്കന്മാർ ചെയ്യുന്നത്. ഇനി മൂന്നാം വിഭാഗമാണ്. മൂന്നാം വിഭാഗം ആരാണ്? അതിനകത്ത് നമ്മൾ പറഞ്ഞു ആരൊക്കെയുണ്ട് അതിനകത്ത്? കച്ചവടക്കാരുണ്ട്, ട്രേഡേഴ്സ്, ലായേഴ്സ് വക്കീലന്മാരുണ്ട്, ടീച്ചേഴ്സ് അധ്യാപകരുണ്ട്, പിന്നീട് ബാങ്കേഴ്സ് ബാങ്ക് നടത്തിപ്പുകാരുണ്ട്, അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്നവരുണ്ട്, പിന്നീട് ഫാർമേഴ്സ് കൃഷിക്കാരുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രാഫ്റ്റ്സ്മാൻ കരകൗശലപ്പണിക്കാരുണ്ട്. അപ്പം ഇങ്ങനെ അടങ്ങുന്നവരാണ് മൂന്നാം വിഭാഗം എന്ന് പറയുന്നത്. അവർക്കുള്ള പ്രത്യേകത എന്താണ്? അവർക്ക് ഭരണത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. നോ റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ, ഭരണത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് ടു ദി ഗവൺമെന്റ് കാൾഡ് തൈലേ. തൈലേ എന്ന പേരിൽ ഗവൺമെന്റിലേക്ക് നികുതി കൊടുക്കണം. പിന്നെ ഇത് കൂടാതെ പിന്നെ ചെയ്തിരിക്കണം, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും വിവിധ ഇനം നികുതികൾ കൊടുക്കേണ്ടതുണ്ട്. പെയ്ഡ് ടാക്സസ് ടു ദി ക്ലർജി ആൻഡ് ദി നോബിലിറ്റി. അപ്പൊ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നികുതി ചെയ്യണം, ഗവൺമെന്റിന് നികുതി കൊടുക്കണം. ഗവൺമെന്റ് കൊടുക്കുന്ന നികുതിയുടെ പേരെന്താണ്? തൈലേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീടോ ലോ സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിൽ ഒരു വിലയും അവർക്കില്ല. ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് ഈ മൂന്നാം എസ്റ്റേറ്റുകാർ. അപ്പൊ ഒന്നാം എസ്റ്റേറ്റുകാരും രണ്ടാം എസ്റ്റേറ്റുകാരും മൂന്നാം എസ്റ്റേറ്റുകാരെ കൊണ്ട് പകലന്തിയോളം പണിയെടുപ്പിച്ച് വിവിധ ഇനം നികുതികൾ ഭരിച്ച് അവര് ആർപ്പാട ജീവിതം നയിക്കുന്നു, ധൂർത്തടിക്കുന്നു, അഴിമതി നടത്തുന്നു, സ്വജനപക്ഷപാതം നടത്തുന്നു, അവര് തിന്നു കുടിച്ചു കിടക്കുന്നു. ഈ പകലന്തിയോളം പണിയെടുക്കുന്നവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവന് വിശപ്പടക്കാൻ നിവൃത്തിയില്ല. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ചിന്തകന്മാരുടെ പ്രബോധനങ്ങൾ അവരിൽ എത്തിച്ചേരുന്നത്. ആരൊക്കെയാണ് ആ ചിന്തകന്മാര്? ഒരാൾ വോൾട്ടയർ, രണ്ടാമത്തെ ആള് റൂസോ, മൂന്നാമത്തെ ആൾ മൊണ്ടേസ്ക്യൂ. അപ്പൊ മൂന്നുപേരെയും പിടികിട്ടി കാണുമല്ലോ. വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ. പേര് ഓർക്കുകയല്ലോ. വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ. ഇനി അതിൽ വോൾട്ടയർ എന്ന് പറഞ്ഞയാള് എന്ത് പ്രബോധനമാണ് ജനങ്ങൾക്ക് കൊടുത്തതെന്ന് നോക്കുക. അദ്ദേഹം തിരിക്കുന്നു ഈ ക്ലർജി എന്ന് പറയുന്ന പുരോഹിത വർഗത്തിന്റെ ചൂഷണത്തെ പരിഹസിച്ചു, കളിയാക്കി, അല്ലേ? റെഡിക്കൾഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി എന്നാണ്. റെഡിക്കൾഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, പുരോഹിതന്മാരുടെ ചൂഷണത്തെ. എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് ചൂഷണം, റെഡിക്കൾഡ് മീൻസ് പരിഹാസം, പരിഹസിക്കുകയാണ് ചെയ്തത്, കളിയാക്കി. പിന്നെന്ത് ചെയ്തിരിക്കുന്നു? പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്. റാഷണൽ തിങ്കിങ് മീൻസ് യുക്തിചിന്ത. ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി, സമത്വം. പിന്നീടോ ഹ്യൂമനിസം, മനുഷ്യത്വം, മനുഷ്യസ്നേഹം എന്നിവ അദ്ദേഹം ജനങ്ങളിൽ എത്തിച്ചു. എന്തൊക്കെ ചെയ്തിരിക്കുന്നു? പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. ഏത് മൂന്ന് കാര്യങ്ങൾ? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്ന ആശയങ്ങളും വോൾട്ടയർ ജനങ്ങളിൽ എത്തിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്തത്. ഒന്ന്, പുരോഹിത വർഗത്തിന്റെ ചൂഷണത്തെ പരിഹസിച്ചു. രണ്ടാമതായിട്ട് യുക്തിചിന്തയെ സംബന്ധിച്ചും പിന്നെ സമത്വത്തെ സംബന്ധിച്ചും മനുഷ്യത്വത്തെ കുറിച്ചുമുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. ഇനി രണ്ടാമത്തെ ആളെ നോക്കുക. റൂസോ ആരാണെന്ന്? അദ്ദേഹത്തെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. റൂസോയെയാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മാൻ ഈസ് ബോൺ ഫ്രീ, മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു. ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്, അവൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളിലാണ്.
എന്ന് വെച്ചാൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നതാണോ, ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണോ അർത്ഥം? അല്ല. പിന്നെന്താണ്? അവൻ ചങ്ങലയാണെന്ന് പറഞ്ഞാൽ അവനെ ജനിക്കുമ്പം സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു. പക്ഷേ ജനിച്ച് ഭൂമിയിലേക്ക് ഭൂജാതനായി കഴിഞ്ഞാൽ അവന്റെ മേലിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ കൊണ്ടുവന്ന് അവനെ ബന്ധനാക്കി കഴിയുകയാണ്. സർക്കാരിന് നികുതി കൊടുക്കണം, പിന്നെ ആഹാരം കഴിക്കാനൊക്കില്ല, പട്ടിണി കിടക്കണം, പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ നികുതി കൊടുക്കണം. അങ്ങനെ എല്ലാ നൂലാമാലകളും അവന്റെ മേൽ വന്ന് വീഴുകയാണ്. അതുകൊണ്ടാണ് റൂസോ പറഞ്ഞത് സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് പറഞ്ഞത്. പിന്നീട് എന്താ അദ്ദേഹം പറഞ്ഞത്? ഡിക്ലെയർഡ് ദാറ്റ് ദി പീപ്പിൾ ആർ ദി സോവറിൻ. പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണ്. സോവറിൻ മീൻസ് പരമാധികാരി. പരമാധികാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്? റൂസോ. പിന്നെന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു കാര്യം കൂടി ജനങ്ങളിൽ എത്തിച്ചു. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ജനങ്ങളിൽ എത്തിച്ചു. ഫ്രീഡം, ഈക്വാളിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, ഈ ആശയവും കൂടി അദ്ദേഹം ജനങ്ങളിൽ എത്തിച്ചു. അപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പരമാധികാരി എന്ന് പറയുന്നത്, രാഷ്ട്രത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരം ആശയങ്ങളാണ് അദ്ദേഹത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാക്കിയത്. ഇനി 3ാമത്തെ ആളാണ് മൊണ്ടേസ്ക്യൂ. നമ്മൾ നേരത്തെ 3 പേരെ കാര്യം കണ്ടു, വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ. ഇപ്പൊ 3ാമത്തെ ആൾ മൊണ്ടേസ്ക്യൂ ആണ്. മൊണ്ടേസ്ക്യൂ എന്തായിരിക്കുന്നത്? റിപ്പബ്ലിക്കൻ ആശയവും ജനാധിപത്യ ആശയവും ജനങ്ങളിൽ എത്തിച്ചു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. എന്താണ്? എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. റിപ്പബ്ലിക്കിനെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കി. പിന്നെന്തായിരിക്കുന്നത്? സജസ്റ്റഡ് ഡിവിഷൻസ് ഓഫ് പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഡിവിഷൻ ചെയ്യണം. ഗവൺമെന്റ് അധികാരത്തെ എങ്ങനെ ഡിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു? 3ആയി തിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ വിഭാഗം, എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നിങ്ങനെ 3ആയി തിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ ഗവൺമെന്റിന്റെ അധികാരത്തെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ 3ആയി തിരിക്കണം എന്നും ആര് പറഞ്ഞു? മൊണ്ടേസ്ക്യൂ പറഞ്ഞു. അപ്പം ഫ്രാൻസിലെ ഭരണത്തിന്റെ തെറ്റുകൾ ജനങ്ങൾക്ക് തുറന്നു കാട്ടി. അവിടെ തെറ്റായ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യമില്ല, റിപ്പബ്ലിക്കൻ ആശയമില്ല. ഈ ആശയങ്ങൾ അവിടെ ഉണ്ടാകണം. അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ നിൽക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഏകാധിപത്യ ഭരണമാണ്. ആ ഭരണമല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ടുന്ന ഭരണം ഏതാണ്? അവിടെ വേണ്ടുന്ന ഭരണം നിയമം ഉണ്ടാക്കാൻ ഒരു വിഭാഗമാണ്, നിയമനിർമ്മാണ വിഭാഗം. 2ാമത് കാര്യനിർവഹണ വിഭാഗം. ഈ നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വിഭാഗം വേണം. ഇനി ഈ നിയമം ഉണ്ടാക്കിയാലും കാര്യങ്ങൾ നടത്തിയാലും അതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ നേർവഴിക്ക് നടത്താൻ നിയമനിർമ്മാണ വിഭാഗം, ജുഡീഷ്യറി വേണം. നമ്മുടെ ഇന്ന് നിലവിലുള്ള ഭരണ സംവിധാനം അതാണ് അതിനകത്തുള്ളത്. അപ്പൊ ഈ ഒരു സംവിധാനം വേണം എന്നും ആര് ആവശ്യപ്പെട്ടു? മൊണ്ടേസ്ക്യൂ ആവശ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അപ്പം അവിടുത്തെ പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, ഭരണാധികാരികളൊക്കെ എന്തിയിരിക്കുന്നു? ആർപ്പാടം നിറഞ്ഞ ജീവിതം നയിക്കുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, ധൂർത്തടിക്കുന്നു, ഖജനാവ് കൊള്ളയടിക്കുന്നു. വിവിധ ഇനം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പുരോഹിതന്മാരും പ്രഭുക്കന്മാരും, കർഷകരിൽ നിന്ന് നിരവധി നികുതികൾ പിരിക്കുന്നവർ, വളരെയധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ്. യാതൊരു അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതെ 3ാം എസ്റ്റേറ്റുകാരും അവിടെ തുടരുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് 1789 മെയ് മാസത്തിൽ ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ ലൂയി 16 നിർബന്ധിതനായി തീരുന്നത്. ലൂയി 16 1789 മെയ് മാസത്തിൽ ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ നിർബന്ധിതനായി തീരുകയാണ്. കാരണം അതുവരെ ഇപ്പൊ കുറെ കാലമായിട്ട് ആരും പാർലമെന്റ് വിളിച്ചു കൂട്ടാറില്ല. ഏകാധിപത്യ ഭരണം നടത്തുകയാണ്. അവർ തോന്നണക്ക് ചെയ്യുകയാണ്. പാർലമെന്റ് വിളിച്ചു കൂട്ടാറേയില്ല. 1614 നേരത്തെ പാർലമെന്റ് വിളിച്ചു കൂട്ടിയുള്ളത്. ഇതിനു മുമ്പ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയത് 1614. അപ്പൊ നിങ്ങൾ നോക്കുക, നീണ്ട 175 വർഷക്കാലം ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ടില്ല. ചക്രവർത്തിമാര് നികുതി ചുമത്തും,
ജനങ്ങൾ കൊടുക്കും, പ്രതികരിക്കത്തില്ല. കാരണം എന്താ? രാജ്യാധികാരം ദൈവദത്തമാണ്, ഡൽഹി പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ? പാവം ജനങ്ങൾ അഥവാ ചോദ്യം ചെയ്താൽ, രാജാവിനോട് ചോദ്യം ചെയ്താൽ, ഭരണാധികാരികളോട് ചോദ്യം ചെയ്താൽ അത് ദൈവകോപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ പട്ടിണി കിടക്കുന്നവരും ഉണ്ടാതിരിക്കുക. അതാണ് അവസ്ഥ. അതാണോ വേണ്ടത്? അല്ല. ഇപ്പൊ ഇത് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പൊ മൊണ്ടേസ്ക്യൂന്റെയും റൂസോയുടെയും വോൾട്ടേറിന്റെയും ഒക്കെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായ ജനത അവർ പറഞ്ഞു, പറ്റത്തില്ല, പാർലമെന്റ് വിളിച്ചുകൂട്ടണം, പാർലമെന്റ് തീരുമാനിക്കണം, നികുതി തരണമോ വേണ്ടയോ എന്നൊക്കെ അവർ തീരുമാനിക്കും, പാർലമെന്റ് തീരുമാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം ഉണ്ടായപ്പോഴാണ് ലൂയി 16 1789 മെയ് മാസത്തിൽ ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ നിർബന്ധിതനായിത്തീരുന്നത്. അങ്ങനെ ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചുകൂട്ടിയപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നിർദ്ദേശം വയ്ക്കുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥ നിങ്ങൾ പരിശോധിക്കുക. 1614 വരെയാണ് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് പാർലമെന്റ് നേരത്തെ വിളിച്ചു കൂട്ടിയിരുന്നത്. അന്ന് വിളിച്ചു കൂട്ടിയിരുന്നപ്പോൾ ഉള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്താണ്? ഒരു എസ്റ്റേറ്റിന്, നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ക്ലർജി, നോബിലിറ്റി, അതേഴ്സ് അഥവാ മിഡിൽ ക്ലാസ് എന്നിങ്ങനെ 3 വിഭാഗമായിട്ട് തിരിച്ചിരുന്നു. അപ്പൊ അവിടെ ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, ഏതെങ്കിലും ഒരു പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ സമയത്ത് എന്ത് ചെയ്യും? വോട്ടിനിടും, അല്ലെങ്കിൽ കൈപൊക്കി ഭൂരിപക്ഷം തെളിയിക്കും. അങ്ങനെ വരുമ്പോഴേ ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 1ഉം 2ഉം എസ്റ്റേറ്റുകാർ യോജിച്ച് നിൽക്കും. കാരണം എന്താ? അവർ സർക്കാരിലും സൈന്യത്തിലും ഒക്കെ വലിയ അധികാരങ്ങളും നികുതി ഇളവുകൾ നേടുന്നവരും സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അവരെന്ത് ചെയ്തിരിക്കുന്നു? അവര് ഇങ്ങനെ വിവിധ ഇനം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും എപ്പോഴും ഒറ്റക്കെട്ടാണ്. അപ്പൊ അവർക്ക് രണ്ടുപേരും കൂടി 2 വോട്ട് കിട്ടും. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ 2 വോട്ട് കിട്ടും. അവർ ജയിച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ടേ ഉള്ളൂ, അവർ തോക്കും. അപ്പൊ അവരുടെ തീരുമാനം നടപ്പാകുന്നില്ല. ഇപ്പോഴിതാ മൂന്നാം എസ്റ്റേറ്റ് ഈ 1789 ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു കൂട്ടാൻ ലൂയി 16 നിർബന്ധിതനായപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ നിർദ്ദേശം വെച്ചത് ഇതാണ്. എന്താണ്? 3 എസ്റ്റേറ്റുകൾ ഒന്നായി തന്നെ പ്രവർത്തിക്കണം. കാരണം പാർലമെന്റിന്റെ ഭാഗമാണ് 3 എസ്റ്റേറ്റുകൾ. അതുകൊണ്ട് അത് ഒരു ഘടകമായി തന്നെ പ്രവർത്തിക്കണം. അതോടൊപ്പം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണല്ലോ നിലവിലുണ്ടായിരുന്നത്. ആ സംവിധാനത്തെ മാറ്റിയിട്ട് ഓരോ പ്രതിനിധിക്കും ഓരോ വോട്ടുണ്ടാകണം എന്ന് അവരാവശ്യപ്പെട്ടത്രേ ഉള്ളൂ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന സ്ഥിതിവിശേഷം മാറ്റിയിട്ട് ഓരോ പ്രതിനിധിക്കും ഓരോ വോട്ട് എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകാരും രാജാവും ഈ നീക്കത്തെ എതിർത്തു. 1ഉം 2ഉം എസ്റ്റേറ്റുകാരും രാജാവും പറഞ്ഞു അത് പറ്റത്തില്ല. കാരണം എന്താ? അവരുടെ തീരുമാനം പുറന്തള്ളപ്പെടും. എന്തുകൊണ്ടാണ് പുറന്തള്ളപ്പെടുന്നത്? ഒന്നാം എസ്റ്റേറ്റിൽ 285 പേരാണെന്നുള്ളത്. ഒന്നാം എസ്റ്റേറ്റിൽ 285 പേര്. നിങ്ങൾ കൂട്ടി നോക്കുക. ഒന്നാം എസ്റ്റേറ്റിൽ 285 പേര്, രണ്ടാം എസ്റ്റേറ്റിൽ 308 പേര്, രണ്ടും കൂടെ കൂട്ടിയാൽ 593 പേര്. 593 പേരാണ്. എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലോ 621 പേരുണ്ട്. അപ്പൊ ഓരോ പ്രതിനിധിക്കും ഓരോ വോട്ട് എന്ന സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ 1ഉം 2ഉം എസ്റ്റേറ്റുകാരും യോജിച്ച് നിന്നാലും എത്ര വോട്ടേ അവർക്ക് കിട്ടൂ? 593 വോട്ടേ കിട്ടൂ. അപ്പൊ മൂന്നാം എസ്റ്റേറ്റിന് എത്ര കിട്ടും? 621. അപ്പൊ ആരുടെ തീരുമാനം നടപ്പാകും? മൂന്നാം എസ്റ്റേറ്റുകാരുടെ തീരുമാനം നടപ്പാകും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് അവിടെ തൂർത്തടിക്കാൻ പറ്റുമോ? ഈ കർഷകരിൽ നിന്ന് അമിതമായി നികുതി പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഭൂമി കൈവശം വയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് 1ഉം 2ഉം എസ്റ്റേറ്റുകാരും രാജാവും ഈ നീക്കത്തെ എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞങ്ങളുടെ സഭയാണ് ബഹുഭൂരിപക്ഷം വരുന്ന 621 പേരടങ്ങിയ ഭൂരിപക്ഷം വരുന്ന ഈ സഭ, മൂന്നാം എസ്റ്റേറ്റിന്റെ സഭയാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്നവർ പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി ഞങ്ങളാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. മൂന്നാം എസ്റ്റേറ്റുകാർ, നിങ്ങൾക്കൊരു സ്ഥാനവും ഇല്ല, കാരണം നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല. ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ ചേർന്നോ, അതല്ല, നിങ്ങൾ ഈ ഞങ്ങൾ പറഞ്ഞ തീരുമാനം നടപ്പാക്കാൻ, അതായത് ഒരു പ്രതിനിധിക്ക് ഒരു വോട്ട് എന്ന സ്ഥിതിവിശേഷം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സഭയാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി. മൂന്നാം എസ്റ്റേറ്റുകാർ വെച്ച നിർദ്ദേശമാണ്. രാജാവ് ഈ നീക്കത്തെ എതിർത്തു. അപ്പൊ ഇവര് മൂന്നാം എസ്റ്റേറ്റുകാർ തങ്ങളുടെ സഭയെ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇനി ഈ എവരാണ് സമ്മേളന ഹാളിൽ കയറേണ്ടത്? ഏത് സമ്മേളന ഹാളിൽ? അസംബ്ലി ഹാളിലേക്ക് കടക്കേണ്ടത് അവരാണ്. ഉടനെ രാജാവ് എന്ത് ചെയ്തു?
ഓടി സൈന്യത്തെ അയച്ചിട്ട് എന്ത് ചെയ്തു? ഈ സമ്മേളന ഹാളിന്റെ പ്രവേശന കവാടം പൂട്ടി സൈന്യത്തെ കാവൽ നിർത്തി. പക്ഷേ മൂന്നാം എസ്റ്റേറ്റുകാർ കൊണ്ട് പിന്മാറിയില്ല. അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നമുക്ക് സമ്മേളന ഹാളൊന്നും വേണ്ട, ഞങ്ങൾ ഇതാ പോകുന്നു, തൊട്ടടുത്തൊരു കോർട്ട് ഉണ്ടായിരുന്നു, ടെന്നീസ് കോർട്ട്. ആ ടെന്നീസ് കോർട്ടിൽ ചെന്നു. അവിടെ വെച്ച് അവരൊരു പ്രതിജ്ഞ എടുത്തു. ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് പറയുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ ഒരു പ്രതിജ്ഞ എടുത്തു. എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഫ്രാൻസിനു വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഫ്രാൻസിനു വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്നാണ് ഒരു പ്രതിജ്ഞ എടുത്തത്. ആ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഫ്രഞ്ച് സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിരുന്നു? 3 തിരിച്ചിരുന്നു. ഏതൊക്കെയാണ്? 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. 1ാം എസ്റ്റേറ്റ് ആരൊക്കെ? പുരോഹിതന്മാര്. 2ാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാര്. 3ാം എസ്റ്റേറ്റ് മറ്റുള്ളവർ. അവരുടെയൊക്കെ അധികാര പരിധിയൊക്കെ നമ്മൾ അറിയാലോ. വൻതോതിൽ ഭൂമി കൈവശം വെച്ചിരുന്നു. വിവിധതരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പുരോഹിതന്മാരാണെങ്കിൽ സർക്കാരിലും സൈന്യത്തിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നു. പ്രഭുക്കന്മാര് സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. എല്ലാവിധ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവർ എന്ത് ചെയ്തിരുന്നു? കർഷകരിൽ നിന്ന് വിവിധ തരത്തിലുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അതിൽ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയെ നമ്മൾ പേര് വിളിച്ചു തിഥേ എന്ന പേരിലാണ്. അവ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവർ ആർഭാടം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്നു. പിന്നെ അവിടുത്തെ ചിന്തകന്മാരെ നമ്മൾ കണ്ടു. റൂസോ, വോൾട്ടയർ, മൊണ്ടേസ്ക്യൂ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചയാളാണ് ആര്? വോൾട്ടയർ. മനുഷ്യൻ സ്വന്തമായി പിറക്കുന്നു, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതാര്? റൂസോ. ഭരണ സംവിധാനത്തെ 3 തിരിക്കണം. നിയമനിർമ്മാണ ഭാഗം, കാര്യനിർവഹണ ഭാഗം, നീതിന്യായ ഭാഗം ഇങ്ങനെ തിരിക്കണം എന്ന് നിർദ്ദേശിച്ചതാര്? മൊണ്ടേസ്ക്യൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർമ്മിച്ചിരിക്കണം. അപ്പം നമ്മൾ എവിടെ എത്തി? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലെത്തി. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ശരി.